ഹലോ, ഞാൻ ടാനിയ ജോയൽ. എല്ലാവരും 16x16 സൈസ്, 18x18 സൈസ് അങ്ങനെയുള്ള കുഷ്യൻ കവേഴ്സ് ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത് കേട്ടോ. പക്ഷെ ചില വീടുകളിലുണ്ടല്ലോ ഈ കുഞ്ഞു കുഷ്യൻ കവർ ഉണ്ടാവും കേട്ടോ. 12x12 സൈസസ് ഉള്ള ഇഞ്ചസിലാണ് സൈസസിലുള്ള ഇതുപോലെ മേരി ക്രിസ്മസ് ഉള്ള കുഷ്യൻ കവറും കുഷ്യൻ കവർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിന്റെ കുഷ്യന് നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. 16x16 മാത്രമേ കുഷ്യൻസ് ഉള്ളൂ. പക്ഷെ ഇതിന്റെ കുഷ്യൻ കവേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ടിഷ്യൂ ബോക്സ് കവേഴ്സ് കേട്ടോ. അത് കണ്ടോ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ടിഷ്യൂ ബോക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കണമെങ്കിൽ, പിന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടം ടിഷ്യൂ ബോക്സ് നമ്മുടെ കടയിൽ ആരും വരുമ്പോൾ ടിഷ്യൂ ബോക്സിന്റെ ആവശ്യമുണ്ട്. വല്ലതൊക്കെ കഴിക്കാനൊക്കെ ചില സമയത്ത് കൊടുത്താലേ കുഞ്ഞു പിള്ളേരൊക്കെ വരുമ്പോഴേ ബിസ്ക്കറ്റൊക്കെ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ ടിഷ്യൂ ഒക്കെ കൊടുക്കും. അങ്ങനെ ടിഷ്യൂ ബോക്സ് ഞാൻ ഉപയോഗിക്കും. പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ടിഷ്യൂ ബോക്സും ടിഷ്യൂ ബോക്സിന്റെ കവറും. ടിഷ്യൂ ബോക്സ് മതി ശരിക്കും അതിനകത്ത് സാധനം, പക്ഷെ ടിഷ്യൂ ബോക്സിന്റെ കവറും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടന്മാർക്ക് നല്ല സന്തോഷമാവും. നല്ല എലിഗൻ്റ് ആയിട്ടൊക്കെ കാർ നല്ല ഭംഗിയായിട്ട്, ചുമ്മാ അതിനകത്ത് ബേസിക് സാധനങ്ങൾ ഇല്ലെങ്കിൽ വളരെ മോശമല്ലേ. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്. അത് മാഗ്നസ്കേപ്സിൽ അവൈലബിൾ അല്ല. അതും എപ്പോഴും നമ്മൾ വണ്ടിക്കകത്ത് വെച്ചിരിക്കണം. പിന്നെ ഉള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് പോകുമ്പോഴില്ലേ നമ്മുടെ ടിഷ്യൂ ബോക്സിന്റെ കവറിനകത്തുള്ള സാധനം ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ലൈക്ക് ടിഷ്യൂസ് അത് നമുക്ക് വേണം കേട്ടോ. അതിനൊക്കെ ഓരോ സ്പെഷ്യൽ പേരുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. അത് നമ്മളൊരു റോള് എടുത്തിട്ട് നമ്മൾ പോകണം. കാരണം നമ്മുടെ ചില ബാത്റൂമിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്ന അവസ്ഥയാണ്. പിന്നെ ഉള്ളത് ഇതുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ഇത് റോള് ചെയ്ത് വെച്ചിരുന്ന. അപ്പോൾ റോള് ചെയ്ത് വെച്ചപ്പോൾ ചില ആൻറ്റിമാർക്ക് അത് തുറന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തുറന്ന് കാണുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ അത് തന്നെ തുറന്ന് കാണിക്കുന്നില്ല. അതല്ലേ എൻ്റെ പണി. അപ്പോൾ ഇതുകൊണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല ചൂടൊക്കെ കിട്ടുന്ന, നമുക്ക് ഇനി തണുപ്പാകാൻ പോവാ, ചൂടൊക്കെ കിട്ടുന്ന നല്ല ഒരു കമ്പിളി പുതപ്പാട്ടോ. കമ്പിളി പുതപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവർക്കും അറിയത്തുള്ളൂ. ഇത് നല്ല വയലറ്റ് കളർ. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. ഇതിന്റെ പൂക്കളുണ്ട്, എന്ത് രസമാണെന്ന് നോക്കി. നല്ല ജിൽ പൂക്കള്, നല്ല ഭംഗിയായിട്ടുള്ള പൂക്കള്. ഈ ഒരു പൂക്കളുണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നും അല്ലെ. വയലറ്റ് കളറ്. പിന്നെ ഉള്ളത് എല്ലാ ബെഡ്ഷീറ്റിനും കൂടെ ചേരുന്ന ഒരു കളർന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കളർ കേട്ടോ. അത് കണ്ടോ നല്ല രസം. പക്ഷെ ഇതിനകത്ത് ബ്ലൂ ഉണ്ട്, പീച്ച് കളറുണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെയുള്ള പൂക്കൾ കണ്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല ഡാർക്ക് ബിസ്ക്കറ്റ് കളേഴ്സിലുള്ള നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇതിന്റെ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട്. മൂക്ക് ചൊറിയുന്നു ആരോ കുരുത്തക്കേട് എന്തോ എന്നെ കുറിച്ച് ചീത്ത പറയുന്നുണ്ട്. അപ്പം ലൈക്ക് എന്താ പറയുന്നത്, നല്ലതായിട്ടുള്ള ബിസ്ക്കറ്റ് കളറിലുള്ള നല്ലൊരു പുതപ്പാണ് കേട്ടോ. ബ്ലാങ്കറ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്, നല്ല രസമാണ്. ഇനി ക്രിസ്മസിന് വേണ്ടി ഇഷ്ടമുള്ളവർക്ക് നല്ല റെഡ് കളർ കേട്ടോ. ക്രിസ്മസ് പറയുമ്പോഴത്തേനും എല്ലാവർക്കും സന്തോഷമാണ്. കാരണം ഒരുപാട് ഗിഫ്റ്റും ഒരുപാട് പുതിയ ഉടുപ്പും ഒരുപാട് പുതിയ ചെരുപ്പൊക്കെ കിട്ടുന്ന സമയമാട്ടെ ഈ ക്രിസ്മസിന്റെ സമയം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഓണത്തിന്, എനിക്കറിയത്തില്ല, എനിക്ക് ഓണത്തിന് കിട്ടാറില്ല. അപ്പോൾ എനിക്ക് ക്രിസ്മസിന് നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഉടുപ്പാണെങ്കിൽ രണ്ട് ഉടുപ്പ് നമുക്ക് മേടിക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഈ ക്രിസ്മസ് ടൈമിൽ നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കും, പുതിയ കട്ടൻ വിരിക്കും. ഓണത്തിന് സമയത്തും അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഭിത്തി ഒക്കെ നല്ല ഇച്ചിരി കൂടെ മോഡിഫൈ ചെയ്യും. പിന്നെ ജനലൊക്കെ ഒന്ന് നന്നായിട്ട് തുടയ്ക്കും. അല്ലാത്തപ്പം തുടയ്ക്കും, പക്ഷെ കൂടുതൽ നന്നായി തുടയ്ക്കും അങ്ങനെ കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. എൻ്റെ മോളെ നീ വേഗം പറഞ്ഞിട്ട് പോ എന്നല്ലേ ഇപ്പൊ പറയുന്നത്. അപ്പൊ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് എല്ലാം നല്ല റേറ്റ് ആണ്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. മാഗ്നസ്കേപ്സിൽ സിംഗിൾ ബെഡ്ഷീറ്റിന് കൂടെയും 2 പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ കാണിക്കുന്ന ഫുള്ള് ക്രിസ്മസ് സ്പെഷ്യൽ ആട്ടോ. ക്രിസ്മസ് അങ്ങോട്ട് വന്നു, ഫുള്ള് ക്രിസ്മസ് സ്പെഷ്യൽ ഇരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു കേട്ടോ. കാരണം സിംഗിൾ ബെഡ്ഷീറ്റ് ക്രിസ്മസ് സ്പെഷ്യൽ അല്ലാത്തതും അവൈലബിൾ ആണ്. പക്ഷെ ക്രിസ്മസ് അങ്ങ് കാണിക്കാന്ന് എനിക്കങ്ങ് തോന്നി. കാരണം ഒരുപാട് നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ഇപ്പം നമുക്ക് കിട്ടുമ്പോഴില്ല, വേഗം നമ്മൾ വീഡിയോ ഇടുന്നേക്കാളും മുമ്പ് ചിലതൊക്കെ അങ്ങ് പോകും. എന്നാലും നിങ്ങളെ എനിക്ക്
കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്രിസ്മസ് ട്രീ, ഇപ്രാവശ്യം ക്രിസ്മസിന്റെ ഗോൾഡൻ ട്രീ ഒക്കെയാ മാർക്കറ്റിൽ ആൾക്കാർ വെക്കുന്നത്. നല്ല രസമാട്ടോ കാണാനേ, ഏത് മേടിക്കണം തന്നെ അറിയത്തില്ല. അതുപോലെ തന്നെയാണ് ബെഡ്ഷീറ്റിന്റെ കാര്യം. വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാഗ്നിസ്കേപ്സിൽ ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മാഗ്നിസ്കേപ്സ് വന്ന് തൊട്ട് നോക്കി വാങ്ങിക്കണമെങ്കിൽ എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിൽ വരണം. അവിടെ വന്നിട്ട് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ നമ്മുടെ മാഗ്നിസ്കേപ്സിന്റെ കട. അകലെ നോക്കുമ്പോൾ ഒരു വീട് പോലെയാ തോന്നുന്നത്, പക്ഷെ മാഗ്നിസ്കേപ്സ് ഇതൊരു വലിയ ബിൽഡിങ്ങിന്റെ അടിയിൽ നമുക്ക് 2 ഡോർ ഉണ്ടാവും കേട്ടോ. അപ്പൊ സെക്കൻഡ് ഡോറ് ഈ റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പം സെക്കൻഡ് ഡോറാണ് മാഗ്നിസ്കേപ്സിന്റെ സ്റ്റോർ ഉള്ളത്. അപ്പൊ അത് നമുക്ക് അതിന്റെ ഫ്രണ്ടില് ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഈ വണ്ടി ഈ ഒരു വീടിന്റെ ബാക്കിലുണ്ടല്ലോ, കടയുടെ മാഗ്നിസ്കേപ്സിന്റെ ബാക്കിൽ ഒരുപാട് വണ്ടിക്കുള്ള പാർക്കിംഗ് ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നോക്കിക്കോളും. നിങ്ങൾ വഴിയിലൊന്നും പാർക്ക് ചെയ്ത് വരണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഒട്ടും നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കണ്ട ക്രിസ്മസ് ബെൽസ് കേട്ടോ. ഈ കഴിഞ്ഞ വർഷം ഇതിന്റെ ക്യൂൺ സൈസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചോദിച്ചത്. ഇപ്രാവശ്യം നമുക്കത് സിംഗിൾ ആണ്. എനിക്ക് തോന്നി 2-3 ക്യൂൺ സൈസ് 2-3 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ അത്. ഇതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് പാപ്പ. ഇതുകൊണ്ട് ക്രിസ്മസ് പാപ്പ കുഞ്ഞുങ്ങൾക്ക് എല്ലാം പ്രിയമാട്ടോ. അതും പുള്ളി ഗിഫ്റ്റ് പിടിച്ചു വരണം. നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ ഇപ്പോഴൊക്കെ അല്ലേ ക്രിസ്മസിന് ഗിഫ്റ്റ് ഒക്കെ തരുന്നത്. പണ്ട് നമ്മുടെ പ്ലം കേക്ക് ഒക്കെ തിന്ന കാലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ മുകളിൽ നല്ല വൈറ്റ് ഐസിങ്. ഇന്ന് വെറൈറ്റി ഓഫ് കേക്കാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വർത്തമാനമൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ മാഗ്നിസ്കേപ്സ് വരണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല സന്തോഷത്തോടെ നമ്മുടെ ക്രിസ്മസ് വരുമെന്ന് പ്രതീക്ഷയോടെ ഓരോ ദിവസം നമുക്ക് എല്ലാ ദിവസവും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു.